ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രിഞ്ചാൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടി യൂസ് ചെയ്യാം. ഞാനിവിടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മജ്ബൂസ് മസാല ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് പകരം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന ഏത് പാൻ ആയാലും യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടണമെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ. ഓരോ മിനിറ്റ് കഴിയും തോറും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒരുപാടൊന്നും വഴണ്ട് കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം മതി. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സവാള ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും നമ്മുടെ ബ്രിഞ്ചാളും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ പീസ് പുളി ആവശ്യമാണ്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പുളി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രിഞ്ചാൾ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുറച്ച് പയർ തോരനുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്